ഹലോ കൂട്ടുകാരെ, എന്താണ് ഈ പാസ്പോർട്ട് കാണിക്കുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടെന്ന്. ഇന്ന് എൻ്റെ അനിയനെ പോവുകയാണ് കേട്ടോ, ഗൾഫിലേക്ക് പോവുകയാണ്, സൗദി അറേബ്യയിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ പെട്ടി പാക്ക് ചെയ്യാണ് കേട്ടോ. അമ്മയാണ് പാക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, തുണികളൊക്കെ നിറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ഡ്രസ്സുകളും ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും അറിയുന്ന വിധത്തിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അച്ചാറുകളും ബേക്കറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അച്ചും റിയോണയും കൂടി ആണ് കേട്ടോ ബാഗൊക്കെ അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമ്മ പേരെഴുതാനൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഏട്ടന്മാർ വരട്ടെ എന്ന് എഴുതിയിട്ട് ഒരു സൈഡിലേക്ക് അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ അനിയനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അവന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പോണേൻ്റെ. പിന്നീട് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വരൽ തുടങ്ങിയിട്ടോ. അത് അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരും ഭർത്താവുമാണ് കേട്ടോ അത്. പിന്നെ തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നു, അങ്ങനെ വല്യച്ഛന്മാരുടെ അടുത്തുനിന്ന് എല്ലാവരും വന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവന് ഡ്രസ്സ് മാറ്റാനായിട്ട് പോകാൻ സമയമായി. 10 മണിക്കാണ് ഇറങ്ങേണ്ടത്. അതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഏട്ടന്മാർ വന്ന് ബാഗുമ്മ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാക്ക് ചെയ്തതാണ്, എന്നാലും അതിമ്മ കൂടെ എഴുതാനുണ്ടല്ലോ, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അതിമ്മ പേരൊക്കെ എഴുതി സെറ്റാക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. അതിന് കുറേ കഴിഞ്ഞിട്ടല്ലേ വരിക. അങ്ങനെ ലാസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് കുത്തും വരെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ബാഗൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവൻ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ നിൽക്കുന്നതിൻ്റെ മുമ്പായിട്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ബാഗൊക്കെ മേടിക്കുകയാണ് കേട്ടോ. പൈസയും സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ടോ. ഇവരെല്ലാവരും കൂടി കൊണ്ടാക്കാൻ പോയിരുന്നു. ഏട്ടനും അനിയനും എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടി കൊണ്ടാക്കാൻ പോയിരുന്നു. പിന്നെ അങ്ങനെ യാത്രയൊക്കെ ആയിട്ടോ. അങ്ങനെ പോയി അവിടെ എത്തിയിട്ടോ. ഇപ്പോൾ